ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മോഹൻലാലിനെ കുറിച്ച് എല്ലായിടത്തും ഒരേ ഒരു ചർച്ച. 25-ാം തീയതി റിലീസ് ചെയ്യുന്ന പുതിയ സിനിമ. ആ സിനിമയുടെ ട്രെയിലറുകളെല്ലാം ഇറങ്ങിക്കഴിഞ്ഞു. പ്രേക്ഷകർ പല രീതിയിലാണ് അതിനെ വ്യാഖ്യാനിക്കുന്നത്. എല്ലാവരും സമ്മതിക്കുന്നൊരു കാര്യമുണ്ട്, ഈ സിനിമ കിടുങ്കാച്ചാവും, ഇത് ബമ്പർ ഹിറ്റാവും, ഇത് 100 കോടി പെട്ടെന്ന് കവിയും, മോഹൻലാലിൻ്റെ പ്രസ്റ്റീജ് സിനിമയാണിത് എന്നൊക്കെയാണ് പറയുന്നത്. സിനിമയെക്കുറിച്ച് നമുക്ക് മുൻവിധികൾ ഉണ്ട്. ആ മുൻവിധികൾ എത്ര കണ്ട് ശരിയായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. സാധാരണ മുമ്പൊക്കെ മദ്രാസിലാണ് മലയാള സിനിമയുടെ പ്രിവ്യൂ വയ്ക്കാറ് പതിവ്. അവിടെ പ്രിവ്യൂ കാണാൻ വന്നവരെല്ലാവരും സിനിമ കഴിയുമ്പോൾ സംവിധായകനെ കെട്ടിപ്പിടിച്ച് പറയും, ഈ സിനിമ 200 ദിവസം ഓടും. അന്ന് 200-300 വലിയ പ്രശ്നമല്ല. പക്ഷെ ഇവിടെയോ ചില സമയങ്ങളിൽ ആ സിനിമ അത്ര ഓടണമെന്നില്ല. ഓടില്ല എന്ന് വിചാരിച്ച സിനിമകളെല്ലാം വളരെ നന്നായിട്ട് ഓടിയിട്ടുണ്ട്. അതുകൊണ്ട് മോഹൻലാൽ പറയുന്നു, ആ ഓവർ പ്രതീക്ഷ ഒന്നിനും കൊടുക്കരുത്. നിങ്ങൾ സിനിമ കാണാൻ തീരുമാനിക്കൂ. സിനിമ കാണാൻ തീരുമാനിച്ചാൽ അത് കാണുക, ഇഷ്ടപ്പെട്ടെങ്കിൽ അത് മറ്റൊരു പറയുക, കാണാൻ പ്രേരിപ്പിക്കുക, വീണ്ടും വീണ്ടും കാണുക. ഇതൊരു മോഹൻലാൽ ശൈലിയാണ്. പക്ഷെ ഇപ്പോഴത്തെ മോഹൻലാലിലേക്കല്ല ഞാൻ പുറകിലേക്ക് പോവുകയാണെന്ന് ആലോചിക്കണം. പ്രേക്ഷകർ വെറുത്ത ഒരു വില്ലൻ കഥാപാത്രമായി രംഗത്ത് വന്ന മോഹൻലാൽ. മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ തന്നെ. അതിലത്തെ നരേന്ദ്രനെ ഇപ്പോഴും നമുക്ക് മറക്കാൻ കഴിയുമോ? തല്ലി കൊല്ലാൻ തോന്നില്ലേ? ആ കഥാപാത്രത്തിന് ചാരുതയുണ്ടായിരുന്നു ആലോചിക്കണം. സാധാരണ വില്ലൻ പോലെയല്ല, ഒരു ജാതി ആക്കിയ ചിരിയോടെയാണ് ആ വില്ലൻ കളിക്കുന്ന ആലോചിക്കണം. ഞാൻ അതിനെ പരാമർശിക്കുന്ന തൊട്ടടുത്ത് നോക്കുന്നത് ഷോലയിലെ അംജിത് ഖാൻ്റെ റോളാണെന്ന് ആലോചിക്കണം. ആ ഷോലയിലെ അംജിത് ഖാൻ എന്ന വില്ലനെ നമുക്ക് മറക്കാൻ പറ്റുമോ? ഞാൻ ഈ 2 പേര് ശരിക്കും കമ്പയർ ചെയ്യുകയാണത്. മലയാള സിനിമയും ഹിന്ദി സിനിമയും ഉള്ള കാലം വരെ ഈ 2 നടന്മാരെക്കുറിച്ച് പറയാതിരിക്കാനേ വയ്യ എന്നുള്ളതാണ്. അന്ന് മോഹൻലാലിനെ കാണാൻ ഒരു ഭംഗിയുമില്ല. നമ്മൾ മുമ്പ് ഒരു സംവിധായകൻ പറഞ്ഞ പോലെ നമ്മൾ ചേനയുടെ മുഖമുള്ള ഒരു നടൻ എന്നാണ് വിശേഷിപ്പിച്ചത്. തിരിച്ചയച്ചെങ്കിലും പിന്നീട് മോഹൻലാലിനെ വെച്ച് നിരവധി സിനിമകൾ ആ സംവിധായകൻ ചെയ്തു എന്നുള്ളത് ചരിത്ര സത്യം. അവിടെ നിന്ന് വെറുക്കപ്പെട്ട വില്ലയിൽ നിന്നും മലയാള സിനിമ, ഇന്ത്യൻ സിനിമ അഭിമാനിക്കാവുന്ന രീതിയിലേക്ക് മോഹൻലാൽ എത്തിയതെങ്ങനെ? ഈ ചോദ്യത്തിന് മോഹൻലാൽ തന്നെ പറയുന്നൊരു ഉത്തരമുണ്ടെന്ന് ആലോചിക്കണം. എൻ്റെ കഴിവ് മാത്രമല്ല, ഒരുപക്ഷെ എൻ്റെ പൂർവികരുടെ നന്മ കൊണ്ടായിരിക്കാം എനിക്ക് കിട്ടിയ കഥാപാത്രങ്ങൾ, എനിക്ക് കിട്ടിയ സിനിമകൾ, എനിക്ക് കിട്ടിയ എഴുത്തുകാർ, എനിക്ക് കിട്ടിയ സംവിധായകർ, കുറേ പേരുണ്ട്. എല്ലാവരെയും നമുക്ക് പറയാൻ പറ്റില്ലെങ്കിലും നമ്മുടെ തിരക്കഥയുടെ കാര്യം ആലോചിക്കാം. MT സാറ്, അങ്ങനെയാണ് മോഹൻലാൽ തുടങ്ങിയത്. MTയുടെ രചനയിൽ എത്രയോ സിനിമകൾ മോഹൻലാൽ ചെയ്തിരിക്കുന്നു. പത്മരാജൻ്റെ എത്രയോ സിനിമകൾ മോഹൻലാൽ ചെയ്തിരിക്കുന്നു. അത്ഭുതങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലെങ്കിലും ആ സിനിമകളെല്ലാം നമ്മളെല്ലാം നെഞ്ചോട് ചേർക്കുന്നതാണ്. അപ്പോൾ MTയും പത്മരാജനും കഴിഞ്ഞു. ഇനി ആര്? ലോഹിതദാസിൻ്റെ സിനിമകൾ വരുന്നു. ലോഹിതദാസിൻ്റെ സിനിമകളിൽ കുറേ മോഹൻലാൽ ചെയ്തിട്ടുണ്ട്. അതും സിബിയുമായി ചേർന്നുകൊണ്ട് എത്രയോ വ്യത്യസ്തമായ കഥാപാത്രങ്ങൾ. അപ്പോൾ സിബി കഴിഞ്ഞ് പിന്നെ രഞ്ജിത്തിൻ്റെ തിരക്കഥയിൽ എത്രയോ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ബ്ലസ്സിയുടെ തിരക്കഥ എത്രയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഈ പ്രധാനപ്പെട്ട 5 തിരക്കഥാകൃത്ത് വന്നപ്പോൾ തന്നെ മോഹൻലാൽ പറഞ്ഞു, ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട ഒരു എഴുത്തുകാരുണ്ട് ശ്രീനിവാസനും ഞാനും കൂടി ചെയ്ത എത്രയോ സിനിമകൾ, ശ്രീനിവാസനെ തിരക്കഥയിൽ അഭിനയിച്ച എത്രയോ സിനിമകൾ, ആ സിനിമകളെല്ലാം ഇന്നും ജനങ്ങൾ ഓർക്കുന്നവരാണ്. അങ്ങനെ 6-7 തിരക്കഥാകൃത്ത്, ശക്തരായ തിരക്കഥാകൃത്തുക്കൾ, ഒപ്പം പ്രിയദർശനില്ലാതെ മോഹനും പ്രേക്ഷകനും സിനിമയില്ല. അപ്പോൾ അങ്ങനെ അത്രയും കുറേ പേര് കിട്ടി. അതുപോലെ തന്നെയാണ് സംവിധായകർ. ഹരിഹരൻ കൊടുത്ത സിനിമകൾ മോശമാണോ? IV ശശി, ജോഷി, ശശികുമാർ, പ്രിയദർശൻ, സത്യനന്ദിക്കാട്, ബ്ലസ്സി,
അങ്ങനെ നീണ്ടുപോകുന്ന നിരയുടെ അവസാന കണ്ണിയായി ലിജോ ജോസ് പെല്ലിശ്ശേരി എത്തിയിരിക്കുന്നു. മോഹൻലാലിൻ്റെ വളർച്ചയുടെ ഗ്രാഫാണ് സൂക്ഷിച്ചെന്നറിയിക്കണം. ഓരോ സിനിമയിലും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ മോഹൻലാൽ സാധിച്ചിട്ടുണ്ട്. അപ്പം ഇങ്ങനെ പറയുമ്പോഴും വേറൊരാളെക്കുറിച്ച് പറയാതിരിക്കാൻ വയ്യ, ഒരു നിർമ്മാതാവിനെക്കുറിച്ച്. ആ നിർമ്മാതാവ് എടുത്ത എല്ലാ സിനിമകളിലെയും നായകൻ മോഹൻലാലായിരുന്നു. ആൻ്റണി പെരുമ്പാവൂര് എത്രയോ സിനിമകളാണ് എടുത്തിരിക്കുന്നത്. ഒന്നിനൊന്ന് മെച്ചമായ സിനിമകളായിരിക്കുന്നു. ഹിറ്റുകളാണ് കൂടുതൽ. ഇടയ്ക്ക് ഹിറ്റുകൾ നഷ്ടപ്പെട്ടെങ്കിലും ശ്രദ്ധിക്കപ്പെടുന്ന സിനിമകളായിരുന്നു പലതും എന്നാലോചിക്കണം. അപ്പം അങ്ങനെ നിർമ്മാതാക്കൾ, സംവിധായകർ, തിരക്കഥാകർത്തകൾ, പ്രേക്ഷകരെല്ലാം ചേർന്ന് മോഹൻലാൽ എന്ന നടന് വലിയൊരു ഇമേജ് ചാർത്തിക്കൊടുത്തു. ഇന്ത്യൻ സിനിമയുടെ അഭിമാനം, അല്ലെങ്കിൽ മലയാളികളുടെ പ്രിയങ്കരൻ എന്നൊക്കെയാണ് ചാർത്തിക്കൊടുത്തതെന്ന് ആലോചിക്കണം. സിനിമയിൽ സമ്പാദിച്ച രൂപ മുഴുവനും സിനിമയ്ക്ക് വേണ്ടി വിതറുന്ന നഷ്ടകഷ്ടങ്ങളെക്കുറിച്ച് പറയാതെ നല്ല സിനിമയ്ക്ക് വേണ്ടിയാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന മോഹൻലാൽ അക്ഷരാർത്ഥത്തിൽ അത് പാലിച്ചു പോരുകയാണെന്ന് ആലോചിക്കണം. ഈ അടുത്ത കാലത്ത് ഏതാനും സിനിമകൾ വിചാരിച്ച രീതിയിൽ ഓടിയില്ലെങ്കിലും അഭിപ്രായം നേടിയ സിനിമകൾ തന്നെ. നേര് വന്നപ്പോഴാണ് മോഹൻലാലിൻ്റെ വേറൊരു വെറൈറ്റി എന്ത്. അതിൽ വലിയ അത്ഭുതങ്ങളൊന്നും മോഹൻലാൽ കാണിച്ചിട്ടില്ല. അത്ഭുതങ്ങൾ കാണിക്കാതെ തന്നെ ആ സിനിമ ബമ്പർ ഹിറ്റായി മാറി എന്നുള്ള സത്യം. തുടർന്ന് വരുന്ന സിനിമകളാണ് 25-ന് ലിജോ ജോസ് പെല്ലിശ്ശേരിയുടേത്. തുടർന്ന് വരുന്ന സിനിമകൾ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, എന്തേ അരവിന്ദനെ കുറിച്ച് പറയാതിരിക്കുന്നത് എന്ന്. അരവിന്ദൻ്റെ സിനിമ മോഹൻലാൽ നല്ല മൈലേജ് ഉണ്ടാക്കിയ സിനിമയാണ്. ശരിയാണ്, അരവിന്ദൻ്റെ സിനിമകൾ മോഹൻലാലിന് നല്ല മൈലേജ് ഉണ്ടാക്കി കൊടുത്തു. സാധാരണ കഥാപാത്രമായി അഭിനയിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോഴും മോഹൻലാലിൻ്റെ നടന് അഭിനയിക്കാൻ പ്രയാസമേറിയ കഥാപാത്രങ്ങളാണ് അരവിന്ദന് കൊടുത്തതെന്ന് ആലോചിക്കണം. ആർക്കും അഭിനയിക്കാവുന്ന കഥാപാത്രങ്ങളല്ല. ചില കഥാപാത്രങ്ങൾ നമുക്ക് നിസ്സാരമെന്ന് തോന്നുമെങ്കിലും അതിനോട് അടുക്കുമ്പോഴാണ് ഇത് ഇത്തിരി പ്രയാസപ്പെട്ടതാണല്ലോ എന്ന് തോന്നുക. അങ്ങനെ പ്രയാസപ്പെട്ട കഥാപാത്രങ്ങൾ അവതരിപ്പിക്കാനാണ് മോഹൻലാലിന് ഇഷ്ടം. മോഹൻലാലും എപ്പോഴും പറയാറുണ്ട്, റിസ്ക് എടുത്തിട്ടുള്ള ജീവിതമാണ് എൻ്റേത്. ആ റിസ്ക് എടുത്ത് ജീവിക്കുമ്പോൾ അത് സിനിമയിലായാലും ജീവിതത്തിലായാലും വിജയിച്ചു വരുമ്പോൾ ഒരു സുഖമുണ്ടെന്ന് ആലോചിക്കണം. അങ്ങനെ ഇപ്പോൾ നല്ല സിനിമയുടെ പുറകെയാണ് മോഹൻലാൽ. വർഷങ്ങളായിട്ടുള്ള തൻ്റെ ഒരു ആഗ്രഹമുണ്ടായിരുന്നു ഒരു സംവിധായകനാവുക എന്നുള്ളത്. ആ മോഹവും പൂവണിഞ്ഞിരിക്കുന്നു. ആ സിനിമ പൂർത്തിയായി. കുട്ടികളടക്കം കാണാവുന്ന, കുടുംബസമേതം കാണാവുന്ന ആ സിനിമയ്ക്ക് വേണ്ടിയും നമുക്ക് കാത്തിരിക്കാം. അതെ, മോഹൻലാൽ നമ്മുടെയൊക്കെ അഭിമാനമായി മാറാൻ കുറേ നല്ല സിനിമകളും നല്ല സംവിധായകരും എഴുത്തുകാരും സഹായിച്ചിട്ടുണ്ട്.